ഈ ഞാൻ വീഡിയോസൊക്കെ പണ്ട് തൊട്ടേ കാണുന്നതാണ്. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഈ യാത്രകൾ നമ്മളുടെ കാഴ്ചപ്പാടിനെ മാറ്റുന്ന ഞാൻ പല സ്ഥലങ്ങളിൽ പല ആളുകൾ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഇപ്പം ഷെറിൻ തുടങ്ങിയ 7-8 വർഷം മുമ്പ് ഇട്ട വീഡിയോ തൊട്ട് ഇങ്ങോട്ട് ഇപ്പോൾ എത്തി നിൽക്കുന്ന, പാകിസ്ഥാൻ കഴിഞ്ഞ് ഇപ്പോൾ തായ്ലൻഡ് വരെ എത്തി നിൽക്കുന്ന യാത്രകളിൽ ഷെറിൻ്റെ ഒരു ഒരു പോയിന്റ് ഓഫ് വ്യൂ, ഒരു കാഴ്ചപ്പാടുകൾ മാറി എന്ന് തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും അത്? അത് എനിക്ക് തോന്നി ശരിക്കും മാറും. നമ്മളുടെ ചിന്തകൾ മാറും. ശരിക്കും പറഞ്ഞൊരു എഡ്യൂക്കേഷനാണല്ലോ. ഓരോ രാജ്യത്ത് പോകുമ്പോൾ ഓരോ കാര്യങ്ങൾ പഠിക്കണം. അവിടുത്തെ ആൾക്കാരുടെ രീതി, അവിടുത്തെ ആൾക്കാരുടെ പെരുമാറ്റം. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും. നമ്മുടെ സ്വഭാവത്തിൽ ഇത് വ്യത്യാസം വരും. ശരിക്കും ഒരു എഡ്യൂക്കേഷനാണ്. സർട്ടിഫിക്കറ്റ് കിട്ടത്തില്ലെന്നുള്ളു. ഈ അങ്ങനെ ഒരു ഇപ്പം ഞാൻ ചോദിക്കും, ഇപ്പം നമ്മളിപ്പോൾ ഒരു ഈ യാത്ര പോയി ഇപ്പം തന്നെ നമ്മളിപ്പം ഓഫ് ക്യാമറ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പല സ്ഥലങ്ങളിലേക്കും പോകുന്ന ഇനിയുള്ള പ്ലാനുകളൊക്കെ പറഞ്ഞു. ഓരോ സ്ഥലത്ത് എന്നിട്ടാണ് മേടിക്കുന്നത് പല കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞു. ഇപ്പം ഷെറിന് ഒരു സ്ഥലത്ത് യാത്ര പോകാൻ വേണ്ടി തീരുമാനിക്കുന്നു, ആ സ്ഥലത്ത് ചെന്ന് ഇറങ്ങുന്നു. അപ്പം ഒരു കാൽക്കുലേഷൻ ഉണ്ടാവില്ല എന്തൊക്കെ ചെയ്യേണ്ടതെന്നുള്ളത്. നമ്മളുടെ പ്ലാനുകളെല്ലാം അപ്സൈഡ് ഡൗൺ പോലെ നമ്മൾ ഫുൾ ക്യാൻസൽ ആവണം, നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ വന്നു കഴിയുമ്പോൾ എപ്പോഴും ഒരു പ്ലാൻ ബി കരുതിയിട്ടാണോ പോണേ? അല്ല, പ്ലാൻ ബി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. അവിടെ എവിടെയെങ്കിലും താമസിക്കുക, അല്ലെങ്കിൽ വേറെ സ്ഥലത്തോട്ട് പോകുക എന്നുള്ള ഓപ്ഷനുകൾ. ഇപ്പം നമ്മൾ ഇതുപോലെ ഇന്ത്യ മൊത്തം കറങ്ങിയ ഒരു ട്രിപ്പ് ഉണ്ടായിരുന്നു. ഇന്ത്യൻ ട്രിപ്പ്, എല്ലാ സ്റ്റേറ്റിൽ കൂടി നമ്മൾ യാത്ര ചെയ്ത്, റോഡ് ട്രിപ്പ് 2023. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഡിസംബറിലായിരുന്നു. ആ സമയത്ത് ഹോട്ടൽ പോലും ഇല്ലാത്ത ഏരിയ സമയമാണ്. ഈ കാർഗിലിന് മാത്രം ഒരു 5 സ്റ്റാർ ഹോട്ടൽ എന്തോ ഉണ്ട്. വേറെ എല്ലാ ഹോട്ടലും അടയ്ക്കും. സീസണല്ല ഡിസംബറിൽ. കാരണം മറ്റേ ബാത്റൂമില്ലേ, അതിനകത്ത് വെള്ളം വരെ അവർ കോരിക്കളഞ്ഞിട്ട് അത് ക്ലോസ് ചെയ്യും. കാരണം വെള്ളം കിടന്നാൽ അത് ഐസായി പോകും. അപ്പോൾ ആ പൈപ്പ് മൊത്തം പൊട്ടിപ്പോവും, ക്ലോസറ്റ് ഒക്കെ പൊട്ടും. അപ്പോൾ അതുകൊണ്ട് അവിടെയുള്ള എല്ലാ ഹോട്ടലും അടയ്ക്കും. അങ്ങനത്തെ സീസണിൽ ഡിസംബറിൽ ഞാൻ ലഡാക്ക് പോയി. അപ്പോൾ 1-2 ഹോട്ടലേ ഉള്ളു. പോയിട്ട് ഞങ്ങൾ തിരിച്ച് മറ്റേ ഉമ്മിംഗ്ല എന്ന് പറയുന്ന ഒരു ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള റോഡാണ് ഉംലിംഗ്ല എന്ന് പറയും, ലഡാക്കിൽ. അത് ചൈന ബോർഡറാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ലേ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് കാർഗിലിൽ വന്ന് പിന്നെ സോജില പാസ് വഴി വേണം ശ്രീനഗർ എത്തി വേണം താഴത്തോട്ട് വരാൻ. ഞങ്ങൾ കാർഗിലെത്തി സോജില പാസിലോട്ട് പോണ സമയത്ത് ലഡാക്കിൻ്റെ അവിടെ ദ്രാസ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും തണുപ്പ് വരുന്നത് അവിടെയാണ്. -60 വന്നിട്ടുണ്ട് പണ്ട്. ദ്രാസ് എന്ന് പറഞ്ഞാൽ മറ്റേ പണ്ട് കാർഗിൽ യുദ്ധം നടന്ന. അപ്പൊ അവിടെ ഭയങ്കര തണുപ്പാണ്. ഈ ഡിസംബർ സമയത്താണ് പോകണം. മഞ്ഞാണ് റോഡ് മൊത്തം. അപ്പോൾ ഭയങ്കര ഡേഞ്ചറാണ് വണ്ടി ഓടിച്ചു പോയത്. ഈ സമയത്ത് സോജില പാസിൽ സോജില പാസ് അറിയാലോ, എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആൾ മരിക്കുന്ന സ്ഥലം കൂടിയാണ്. ഭയങ്കര ഡേഞ്ചറാണ് റോഡ്. ഇപ്പോൾ പുതിയ ടണലൊക്കെ വരുന്നുണ്ട്, അത് വന്നാൽ ഓക്കെയാണ്. പക്ഷെ ആ സമയത്ത് റോട്ടിൽ മഞ്ഞിടിഞ്ഞ് വീണിട്ട് 5 ദിവസം ഞങ്ങൾ പെട്ട്. ഞങ്ങളുടെ പ്ലാനൊക്കെ തെറ്റിയില്ല. വേറെ ഹോട്ടലില്ലാത്ത സ്ഥലം. എന്നിട്ട് ഞങ്ങൾ നോക്കുമ്പോൾ ഒരു 5 സ്റ്റാർ ഹോട്ടൽ, ഒരു ദിവസം 7000 രൂപ. നമ്മുടെ ബഡ്ജറ്റ് തെറ്റി. 5 ദിവസം അവിടെ കിടക്കേണ്ടി വന്നു. വേറെ ഹോട്ടലില്ല. അന്ന് വേറെ നിവൃത്തിയില്ല, കാശ് കൊടുത്ത് അവിടെ കിടക്കലേ ഉള്ളൂ. അപ്പോൾ വേറെ പ്ലാൻ ബി ഇടാനും പറ്റില്ല. കാർഗിലിൽ നിന്ന് പിന്നെ ലേയിലോട്ടും കിലോമീറ്ററോളം പോകണം, അതും ഈ മഞ്ഞിട്ട റോട്ടിൽ കൂടെ. അത് അതിനും വലിയ ഡേഞ്ചറാണ്. അവിടെ നിന്ന് ചിലപ്പോൾ ഫ്ലൈറ്റ് കിട്ടുമായിരിക്കും. വേറെ ഓപ്ഷൻ ഇല്ലാണ്ട് ഞങ്ങൾ 5 ദിവസം അവിടെ നിന്നപ്പോൾ ഭാഗ്യത്തിന് 5 ദിവസം കഴിഞ്ഞപ്പോൾ മിലിറ്ററി മഞ്ഞൊക്കെ മാറ്റി. എന്നിട്ടാണ് പിന്നെ അതുവഴി പോയത്. അപ്പം ഇങ്ങനത്തെ പല സിറ്റുവേഷൻ വരും. അതുപോലെ തന്നെ സിക്കിമിൽ വെച്ചിട്ട് നോർത്ത് സിക്കിം പോയിട്ട് തിരിച്ചു വരുമ്പോൾ പോയ റോഡില്ല, മറ്റേ ഉരുൾപൊട്ടൽ വന്ന് റോഡ് മൊത്തം പോയി. അവിടെയും കിടന്ന് കുറേ ദിവസം. എന്നിട്ടാണ് പിന്നെ വണ്ടി പോകാനിട്ട് നമ്മളെ പെട്ടിയും ലഗേജൊക്കെ ഇട്ട് ഈ ഉരുൾപൊട്ടലിൽ കൂടി നടന്ന് ക്രോസ് ചെയ്ത് പിന്നെ അപ്പുറത്തൊരു ടാക്സി കിട്ടി. അങ്ങനെയാണ് നമ്മൾ പല സ്ഥലത്തോട്ടൊക്കെ പോയത്. അങ്ങനെ പല സിറ്റുവേഷനിലും വരും. പിന്നെ ഇതുപോലെ തന്നെ എവറസ്റ്റ് ബേസ് ക്യാമ്പ് പോയ സമയത്ത് കൊറോണ അടിച്ചിട്ട് ശ്വാസം കിട്ടുന്നുണ്ടായില്ല. അപ്പോൾ നമ്മൾ ഒരു 9 കിലോമീറ്ററും കൂടി ഉള്ളായിരുന്നു മെയിൻ എൻഡ് ആവാൻ വേണ്ടിയിട്ട്. പക്ഷെ അതിന് മുമ്പ് നമ്മളൊരു ഹെലികോപ്റ്റർ എടുത്ത് തിരിച്ച് വന്ന് 10 ദിവസം കൊറോണ അടിച്ചിട്ട് നേപ്പാളിൽ കാഠ്മണ്ഡുവിൽ സ്റ്റേ. അപ്പോൾ ലോക്ക്ഡൗൺ ആയി. കാഠ്മണ്ഡു ഫുള്ള് ലോക്ക്ഡൗൺ. ഫ്ലൈറ്റ് ഇല്ല, ഒന്നുമില്ല, ഒരു പരിപാടിയില്ല. 10 ദിവസം അവിടെ കിടന്ന ഹോട്ടലിൽ, വേറെ തീർത്തില്ല. അതും കൊറോണയായിട്ട് ആരുമില്ല ഹെൽപ്പ് ചെയ്യാനും. അങ്ങനെ പല സിറ്റുവേഷൻ കൂടി പോകും. പല എന്ന് വെച്ചാൽ ഇതൊക്കെ ഒരു യാത്രയാണ്. നമുക്ക് ജീവിതത്തിൽ ഒരു പ്രോബ്ലം ഉണ്ടായിക്കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ വലിയ പ്രശ്നമായിട്ട് തോന്നാറില്ല. കാരണം ഇതിനും വലിയ പ്രശ്നമൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ ഇനിയിപ്പോൾ വന്നാൽ തന്നെ നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇതിങ്ങനെ കഴിഞ്ഞ് പോവും, ഒന്നും സംഭവിക്കാനില്ല എന്നുള്ളൊരു ചിന്തയൊക്കെ വരും. അപ്പോൾ എത്ര വലിയ പ്രശ്നം വന്നാലും എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറയാൻ പറ്റില്ല കേട്ടോ. പക്ഷെ അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു, അതൊക്കെ ഈ യാത്രയിൽ കൂടി പഠിക്കുന്നതാണ്. കാരണം നമ്മൾ നിരന്തര യാത്രയിൽ എല്ലാം നമ്മൾ വിചാരിക്കുന്ന പോലെ നടക്കില്ലല്ലോ. പല സിറ്റുവേഷനിൽ ഇതുപോലെ മാറി മറിഞ്ഞൊക്കെ വരും.
അപ്പോൾ അതൊക്കെ ഓരോ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള സ്കില്ല് നമുക്ക് ഓട്ടോമാറ്റിക്കലി ഡെവലപ്പ് ആവും. അതൊക്കെ യാത്ര ചെയ്യുമ്പോൾ കിട്ടുന്ന നല്ല കാര്യങ്ങൾ. ഇപ്പം ഈ പറഞ്ഞില്ല മറ്റേ ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ താമസിച്ചു, 5 ദിവസം താമസിച്ചു എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ പല ചില ട്രാവൽ ബ്ലോഗേഴ്സ് ടെൻറ്റ് കൊണ്ടു നടക്കുന്നതും ടെൻറ്റിൽ താമസിക്കുന്നതും കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ എപ്പോഴെങ്കിലും ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ അതൊരു ഓപ്ഷനാക്കി അങ്ങനെ എന്തെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? അപ്പം ടെൻ്റ് ആയിട്ട് മാത്രം പോയിട്ടില്ല, പക്ഷെ നമ്മൾ ടെൻറ്റ് ഓരോ സ്ഥലത്ത് ചെന്നിട്ട് ടെൻറ്റിലൊക്കെ താമസിച്ചിട്ടൊക്കെ ഉണ്ട് ഉണ്ടല്ലേ? പല സ്ഥലങ്ങളിലും. ഇപ്പോൾ ലഡാക്കിൽ തന്നെ അങ്ങനെ നമ്മൾ താമസിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും എപ്പോഴും പോസിബിൾ അല്ല. ഒരു -ডিഗ്രി ടെമ്പറേച്ചർ ഉള്ള സ്ഥലത്ത് ടെൻറ്റിൽ കിടക്കാൻ പറ്റില്ല, മരിച്ചു പിറ്റേ ദിവസം എണീക്കില്ല. അല്ലെങ്കിൽ പിന്നെ അത്രയും ടെൻറ്റിൻ്റെ ഒപ്പം തന്നെ മറ്റേ സ്ലീപ്പിംഗ് ബാഗ് ഉപയോഗിക്കണം, -20 അല്ലെങ്കിൽ കാലാവസ്ഥക്ക് പറ്റിയത്. അല്ലെങ്കിൽ ടെൻറ്റിൽ കിടക്കൽ പോസിബിൾ അല്ല, ഹോട്ടലിൽ തന്നെ കിടക്കേണ്ടി വരും. അത് ഓരോ കാലാവസ്ഥയും ഓരോ സ്ഥലങ്ങളുടെ പ്രത്യേകത ഒക്കെ അനുസരിച്ച് പറ്റുള്ളൂ. കാലാവസ്ഥ മോശമാണെങ്കിൽ ടെൻറ്റ് യൂസ് ചെയ്യാൻ പറ്റില്ല അല്ലേ? അപ്പോൾ ചിലപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഹോട്ടലൊന്നും ഇല്ലെങ്കിൽ 5 സ്റ്റാർ ഹോട്ടലിൽ തന്നെ കിടക്കേണ്ടി വരും. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഏതെങ്കിലും അവിടുത്തെ ലോക്കൽ ഹെൽപ്പ് ചെയ്തിട്ട് അയാളുടെ വീട്ടിൽ കിടക്കണം. ഓ, അങ്ങനെ പല സിറ്റുവേഷനാണ്. എന്ത് സിറ്റുവേഷൻ വന്നാലും തരണം ചെയ്യും. അതെ. ഇപ്പം ഈ ലോക്കൽ ഹെൽപ്പ് ചെയ്യുന്ന പറയുമ്പോൾ അങ്ങനെ ഏതെങ്കിലും കിട്ടിയിട്ട് സൗഹൃദം ഉണ്ടോ? ഉണ്ട്. ഞാനിപ്പോൾ ഇന്തോനേഷ്യ പോയ ഞാൻ താമസിച്ച സ്ഥലത്തെ ആൾക്കാരൊക്കെ ആയിട്ട് എനിക്കിപ്പോഴും കണക്ഷനുണ്ട്. പല നാട്ടിലെ ആൾക്കാരായിട്ട് ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് അയക്കലൊക്കെ ഉണ്ട്. ഇനി വരുമ്പോൾ കാണണം. ഞാൻ പിന്നെ വീണ്ടും അങ്ങോട്ട് യാത്ര ചെയ്യാത്തതുകൊണ്ടാണ്. ചെയ്ത് കഴിഞ്ഞെങ്കിൽ പണ്ട് പോയ വീഡിയോയിലൊക്കെ കണ്ട ആൾക്കാരെ വീണ്ടും കാണണമെന്നുണ്ട് ഇടയ്ക്ക് പോകുമ്പോൾ. പിന്നെ അങ്ങോട്ട് പോകണത് ഒരു എക്സ്പെൻസാണ്, നമുക്ക് പിന്നെ വേറെ കാര്യമില്ലാത്തതുകൊണ്ട് ആണ് അങ്ങോട്ട് പോകാത്തത്. അത് ഈ പണ്ട് പോയ ആൾക്കാരൊക്കെ ആയിട്ട് ഇപ്പോഴും അറിയാം, പല സ്ഥലത്തും താമസിച്ച ആൾക്കാരെയും. നമ്മൾ ഇരിക്കുന്ന പാകിസ്ഥാൻ യാത്രയെ പറ്റി ചോദിക്കാനാണ്, പക്ഷെ അതിലേക്ക് എത്തുന്നതിന് മുന്നേ നമ്മളിപ്പോൾ ഒരു ഈ സ്ഥലത്തേക്ക് യാത്ര ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മൾ ആദ്യം കണ്ടു വളരുന്നത് സന്തോഷ് ജോർജ് കുളങ്ങര ആളുടെ യാത്രകളായിരിക്കും. ഒരു പക്ഷെ ആളുടെ യാത്രകൾ ഈ ഒരു പാത പിന്തുടരാൻ വേണ്ടി പിന്നെ ഞാനൊരു ചെറുപ്പം തൊട്ട് ഇൻസ്പിറേഷൻ അങ്ങനെ ആയിട്ടില്ലേ? അതെ. പണ്ട് ഏഷ്യാനെറ്റിൽ വരുമ്പോൾ ഞാൻ ഇത് കാണാൻ വേണ്ടി മാത്രമേ ഇരിക്കുമായിരുന്നു. സഞ്ചാരം സ്ഥിരം പരിപാടി. പിന്നെ ഇപ്പോൾ യൂട്യൂബിലൊക്കെ ഉള്ളതുകൊണ്ട് യൂട്യൂബിൽ കാണുന്നു. അല്ലാണ്ട് അത് ഭയങ്കര ഇൻസ്പയർ ആയിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മുടെ മനസ്സിലോട്ട് ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ ട്രാവലൊക്കെയുള്ള ഒരു സാധനമൊക്കെ വന്നത്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ വീഡിയോസിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഇപ്പം അമേരിക്കയിൽ അദ്ദേഹം പല ആവർത്തി പോയിട്ടുണ്ട്. പക്ഷെ ഓരോ തവണ ചെല്ലുന്നതോറും നമ്മൾ ഓരോ സ്ഥലങ്ങൾ കാണാം. ഇപ്പം ഇന്തോനേഷ്യയിൽ വീണ്ടും രണ്ടാമത് പോകുന്നില്ല എന്നുള്ള പറഞ്ഞ അല്ല പോകേണ്ടി വരും വെച്ചാല് നമ്മള്. അല്ലെങ്കിൽ പിന്നെ ഇന്തോനേഷ്യ എന്നൊക്കെ പറഞ്ഞാൽ 5000 കിലോമീറ്റർ നീണ്ടു കിടക്കുന്ന ഒരു രാജ്യം. പല പല ദ്വീപുകളുണ്ട്, പല സ്ഥലമുണ്ട്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു സൈഡായിരിക്കും കവർ ചെയ്യുക. അപ്പം നെക്സ്റ്റ് ട്രിപ്പിൽ അടുത്ത സ്ഥലത്ത് പോകും. അങ്ങനെ ഇപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ USA ആണെങ്കിൽ അതും വലിയ രാജ്യം, 3 ടൈം സോൺ ഉണ്ട് അമേരിക്കയിൽ മാത്രം. അപ്പോൾ ചിലപ്പോൾ ഒറ്റത്തവണ യാത്രയിൽ ചിലപ്പോൾ നമുക്ക് ഭയങ്കര ഭീകര എക്സ്പെൻസ് വരും. അപ്പോൾ എൻ്റെ പ്ലാൻ എന്ന് വെച്ചാൽ ഒരു സൈഡ് കവർ ചെയ്യുക, വലിയ രാജ്യമാണെങ്കിൽ. അപ്പോൾ ഈസ്റ്റ് സൈഡ്, കിഴക്ക് സൈഡ് മാത്രം കവർ ചെയ്യുക, പോവുക. എന്നിട്ട് വേറെ ഒരു 6 മാസം 1 വർഷം കഴിഞ്ഞിട്ട് അടുത്ത സ്ഥലത്ത് പോവുക, അടുത്ത ഭാഗം കവർ ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്യാമല്ലോ. അപ്പം അങ്ങനെയുണ്ട്. ഇപ്പോൾ ഇന്തോനേഷ്യയിൽ തന്നെ ഞാനിപ്പോൾ സുമാത്ര, ജാവ, ബാലി ആ ഏരിയ മാത്രമേ പോയിട്ടുള്ളൂ. ഇതല്ലാണ്ട് വേറെ കളിമന്ത എന്ന് പറഞ്ഞ സ്ഥലവും പിന്നെ വെസ്റ്റ് പാപ്പുവ എന്നൊക്കെ പറയുന്ന കുറേ ഏരിയകളുണ്ട്. അതിങ്ങനെ നീണ്ടു തീർന്ന് നടക്കണം. ഇതൊന്നും തീരത്തില്ല. ഇന്ത്യ തന്നെ കണ്ടു തീരും. ഇപ്പം ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റ് ചെയ്യാൻ പോയി, പക്ഷെ ഇന്ത്യയിലെ എല്ലാ കാഴ്ചകളും കണ്ടോന്ന് വെച്ചാൽ ഇല്ല. കാരണം അത് ഇന്നും തീരില്ല, കാരണം ഇത് ഇങ്ങനെ കിടക്കല്ലേ. അപ്പോൾ കുറേശ്ശെ ആയിട്ട് കാണാൻ പറ്റുള്ളൂ.